സ്വാഗതം. മഹ്മൂദ് ബിൻ മുഹന്തി രാജാവ് തടവറയിൽ വെച്ച് രാജകുമാരിയെ ഖുർആൻ പഠിപ്പിക്കുന്നതിനെക്കുറിച്ചാണല്ലോ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു നിർത്തിയത്. ഓരോ ദിവസവും മനോഹരമായ ശൈലിയിൽ അദ്ദേഹം ഖുർആൻ ഓതിക്കൊടുത്തു. രാജകുമാരി ഖുർആൻ പാരായണം കേട്ടിരിക്കുമ്പോൾ ആ തടവുകാരന്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കില്ലായിരുന്നു. തന്റെ പ്രതിശ്രുത വരൻ തന്നെയാണ് ഈ ഗുരു എന്ന് പാവം രാജകുമാരി അറിഞ്ഞിരുന്നില്ലല്ലോ. ഒരു ദിവസം ഖുർആനിലെ ആലു ഇമ്രാൻ സൂറത്തിലെ 26-ാമത്തെ സൂക്തം ഓതിയെത്തിയപ്പോൾ ആ തടവുകാരൻ ബോധരഹിതനായി നിലംപതിച്ചു. രാജകുമാരി ആകെ പരിഭ്രാന്തയായി. മഹ്മൂദ് രാജാവാകട്ടെ ആ നിമിഷം ഓർക്കുകയായിരുന്നു, ഈ ഒരൊറ്റ സൂക്തം കൊട്ടാരത്തിലിരുന്ന് ഓതിയപ്പോഴാണല്ലോ വിധി എന്നെ ഇവിടെ വരെ എത്തിച്ചത്. പേടിച്ചുപോയ രാജകുമാരി വെള്ളം തളിച്ചപ്പോൾ ഗുരു കണ്ണു തുറന്നു. അദ്ദേഹം എഴുന്നേറ്റിരുന്നു. രാജകുമാരി ചോദിച്ചു, സത്യം പറയൂ, നിങ്ങൾ ആരാണ്? ഞാൻ വെറുമൊരു തടവുകാരനാണ്. നിന്റെ പിതാവ് കള്ളനാണെന്ന് ആരോപിച്ച് കൈവെട്ടി ജയിലിലടച്ച ഒരു ഹതഭാഗ്യൻ. കുമാരി ഉറപ്പിച്ചു പറഞ്ഞു, ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ ഒരിക്കലും ഒരു കള്ളല്ല. നിങ്ങൾക്ക് മോഷ്ടിക്കാൻ കഴിയില്ല. കള്ളന്മാർ ഖുർആൻ ഹൃദിസ്ഥമാക്കില്ലല്ലോ. മഹ്മൂദ് രാജാവ് സത്യം വെളിപ്പെടുത്താൻ തയ്യാറായില്ല. എന്നാൽ സുഹ്റകുമാരി വീണ്ടും നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിനക്ക് മഹ്മൂദ് ബിൻ മുഹന്തി എന്ന രാജാവിനെ അറിയുമോ? അദ്ദേഹത്തെ അറിയാത്തവരായി ആരുണ്ട്? 7 സാമ്രാജ്യങ്ങളുടെ ചക്രവർത്തി, ഖുർആൻ മനപാഠമാക്കിയ പണ്ഡിതൻ, സൽസ്വഭാവി, നീതിമാന്യെ. രാജകുമാരി നാണത്തോടെ കൂട്ടിച്ചേർത്തു, എന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത് ആ രാജാവാണ്. ഇതുകേട്ട് മഹ്മൂദ് രാജാവ് നടുങ്ങിപ്പോയി. അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. എന്തൊരു അത്ഭുതം! എന്റെ കൈ വെട്ടി ജയിലടച്ചവന്റെ മകൾ എന്റെ പ്രതിശ്രുതവധു തന്നെയാണല്ലോ ഈ മുന്നിൽ നിൽക്കുന്നത്. അദ്ദേഹം പതുക്കെ പറഞ്ഞു, നീ പറയുന്ന ആ മഹ്മൂദ് രാജാവ് ഞാൻ തന്നെയാണ്. രാജകുമാരി അത് കേട്ട് ചിരിക്കാൻ തുടങ്ങി. നിങ്ങൾ തമാശ പറയുകയാണോ? എന്റെ പിതാവ് പോലും അദ്ദേഹത്തിന്റെ സാമന്ത രാജാവാണ്. അതേ രാജകുമാരി, ആലു ഇമ്രാനിലെ 26-ാം സൂക്തം ഞാൻ എന്റെ കൊട്ടാരത്തിലിരുന്ന് ഓടിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഇവിടെ വരെ എത്തേണ്ടി വന്നത്. രാജകുമാരി വിശ്വസിക്കാനാവാതെ സ്തബ്ധയായി ഇരുന്നുപോയി. തന്റെ പിതാവ് കൈ വെട്ടാൻ ഉത്തരവിട്ടത് ഈ മഹാരാജാവിന്റേതായിരുന്നു. റബ്ബേ! മഹ്മൂദ് രാജാവ് അവളോട് പറഞ്ഞു, ഈ കാര്യം ഒരു കാരണവശാലും നീ നിന്റെ പിതാവിനോട് പറയരുത്. എന്നെ റബ്ബാണ് ഇവിടെ എത്തിച്ചത്. തുടർന്നും അവൻ നോക്കിക്കൊള്ളും. രാജകുമാരിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഉറ്റി വീണുകൊണ്ടിരുന്നു. തന്റെ പിതാവ് ഈ സത്യം അറിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നോർത്ത് അവൾ നീറി. പിന്നീട് അവളുടെ മനസ്സിന് സ്വസ്ഥതയില്ലാതായി. ഒടുവിൽ അവൾ പിതാവിനോട് പറഞ്ഞു, ഉപ്പാ, എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തരുന്ന ആ തടവുകാരനെ എനിക്ക് വിവാഹം കഴിച്ചു തരണം. രാജാവ് നടുക്കത്തോടെ മകളെ നോക്കി. അവൾക്ക് സമനില തെറ്റിയോ എന്ന് അദ്ദേഹം ഭയന്നു. മോളെ, നീയെന്താണ് ഈ പറയുന്നത്? നിന്നെ മഹ്മൂദ് രാജാവിനല്ലേ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത്? എന്നാൽ മകൾ വാശിപിടിച്ചു, എനിക്ക് ആ തടവുകാരനെ മതി. സുഹ്റയുടെ മാതാപിതാക്കൾ ആകെ പരിഭ്രാന്തരായി. ഏക മകൾ ചോദിക്കുന്നത് എന്തും അവർ നൽകും. പക്ഷേ ഇതൊരിക്കലും നടക്കാത്ത കാര്യമാണല്ലോ. രാജാവ് അവളുടെ സുഹൃത്തിനെ മധ്യസ്ഥതയ്ക്കായി അയച്ചു. സുഹ്റ അവളോടും ഉറപ്പിച്ചു പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തെ വിവാഹം കഴിച്ചു തരാൻ വാപ്പയോട് പറയൂ, ഇല്ലെങ്കിൽ ഞാൻ മരിക്കും. ഇതുകേട്ട് രാജാവും മന്ത്രിമാരും വലിയ പ്രതിസന്ധിയിലായി. ഒടുവിൽ അവർ ഒരു തീരുമാനമെടുത്തു. മഹ്മൂദ് രാജാവിന് ഒരു കത്തെഴുതാം. അവർ കത്തെഴുതി, പ്രിയപ്പെട്ട രാജാവേ, ക്ഷമിക്കണം. എന്റെ മകളെ ഖുർആൻ പഠിപ്പിക്കാൻ ഏൽപ്പിച്ച ഒരു തടവുകാരനെ അവൾക്ക് വിവാഹം കഴിക്കണമെന്ന് അവൾ വാശിപിടിക്കുന്നു. ഞാനിപ്പോൾ എന്തു ചെയ്യണം? ഈ കത്തുമായി രാജഭടൻ മഹ്മൂദ് രാജാവിന്റെ കൊട്ടാരത്തിലെത്തി. അവിടെ ആരെയും കാണാനില്ലായിരുന്നു. മാസങ്ങളോളം ആൾത്താമസമില്ലാത്ത വീടുപോലെ അത് വിജനമായിരുന്നു. ഭടൻ മടങ്ങാൻ ഒരുങ്ങിയപ്പോൾ ഒരു വയോധികയായ സ്ത്രീ വാതിൽ തുറന്ന് മോനെ എന്ന് വിളിക്കുന്നത് കേട്ടു. അവർ വേച്ചു പുറത്തേക്ക് വന്നപ്പോൾ ബോധരഹിതയായി വീണു. ഭടൻ ഓടിവന്ന് അവരെ താങ്ങി. ആ വൃദ്ധ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ, നീ എന്നെ തനിച്ചാക്കി എങ്ങോട്ടാണ് പോയത്? നിന്നെയും കാത്ത് ഞാൻ ഇവിടെ കഴിയുകയായിരുന്നു. ഭടൻ പറഞ്ഞു, ഉമ്മ, ഞാൻ മഹ്മൂദ് രാജാവിനെ അന്വേഷിച്ചു വന്നതാണ്. അദ്ദേഹം എവിടെ? ഉമ്മ പറഞ്ഞു, മോനെ, 6 മാസങ്ങൾക്ക് മുൻപ് അവൻ എണ്ണ തേച്ചു കുളിക്കാൻ ഇരിക്കുമ്പോൾ കൊട്ടാരമുറ്റത്തേക്ക് ഒരു പുലി വന്നു. അതിനെ പിടിക്കാൻ വാളുമായി കുതിരപ്പുറത്ത് പോയതാണ് എന്റെ മകൻ. പിന്നെ ഒരറിവുമില്ല. ഇതുകേട്ട് ആ ഭടൻ സ്തബ്ധനായി നിന്നുപോയി. അയാളുടെ മനസ്സിൽ പഴയ ഓർമ്മകൾ മിന്നിമറഞ്ഞു. 6 മാസങ്ങൾക്ക് മുൻപ് തോപ്പിൽ മരത്തണലിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ കള്ളനെന്ന് പറഞ്ഞു തങ്ങൾ പിടിച്ചുകൊണ്ടുപോയ ആ മനുഷ്യൻ ഞാൻ കള്ളനല്ല, രാജാവാണ് എന്ന് അദ്ദേഹം പലതവണ പറഞ്ഞിരുന്നു. എന്റെ പടച്ചവനെ! 7 രാജ്യങ്ങളുടെ ചക്രവർത്തിയെയാണോ ഞങ്ങൾ കൈവെട്ടി ജയിലടച്ചത്?
ഭരൻ വിറയ്ക്കാൻ തുടങ്ങി. അയാൾ ആ കത്ത് ആ ഉമ്മയുടെ കയ്യിൽ കൊടുത്ത് ഭ്രാന്തമായി ഓടി. ചക്രവർത്തിയോട് ചെയ്ത ക്രൂരതയോർത്ത് അയാൾക്ക് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടു. 2 ദിവസമായിട്ടും അന്വേഷിച്ചു പോയ ഭടനെക്കുറിച്ച് വിവരമില്ലാതായപ്പോൾ രാജകുമാരി വീണ്ടും കൂട്ടുകാരിയെ വിളിച്ചു. നീ പോയി രാജാവിനോട് പറയുക, നാളെ എന്റെ വിവാഹം നടത്തിത്തരുന്നില്ലെങ്കിൽ ഞാൻ എന്റെ ജീവൻ അവസാനിപ്പിക്കും. രാജാവ് എന്തു ചെയ്യണമെന്നറിയാതെ കടുത്ത പ്രതിസന്ധിയിലായി. വീണ്ടും രാജ്യസഭ കൂടി. ഈ കഥയുടെ ബാക്കി ഭാഗം അടുത്ത അധ്യായത്തിൽ പറയാം.